ഇത് ഗോമതി ചക്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ഇത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഇതിന് 2 സൈഡുകളാണ്. ഒരു സൈഡ് ഇത്തരത്തിലുള്ള ഒരു ചക്രം ചുറ്റി നിൽക്കുന്നത് പോലെയും മറു സൈഡിലെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ കക്ക അല്ലെങ്കിൽ ശംഖ് പോലെ ഉള്ള ഒരു ഷേപ്പിൽ വരുന്നതാണ്. ഇത് ലക്ഷ്മിയുടെ ബ്ലെസ്സിങ്സ് അടങ്ങിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീടിൽ സൂക്ഷിക്കുന്നത് ധനാഭിവൃദ്ധിക്ക് നല്ലതാണ്, വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും മാറുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ദൃഷ്ടിദോഷത്തിനും ഇത് വളരെ നല്ലൊരു ടൂളായിട്ടാണ്. ഇത് ഒരു 11 ഗോമതി ചക്രം ഒരു മഞ്ഞ പട്ടിന്റെ തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പൂജാമുറിയിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിയിലോ സൂക്ഷിക്കാം. മറ്റത് 2 ഗോമതി ചക്രം എടുത്ത് പ്രധാന വാതിലിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നിങ്ങൾക്കിതിനെ ഹാങ് ചെയ്യാം. ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 7 ഗോമതി ചക്രം ഒരു നൂലിൽ കെട്ടി പ്രധാന വാതിലിന്റെ സമീപത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ബെഡ്റൂമിലാണെങ്കിൽ 2 ഗോമതി ചക്രം എടുത്തിട്ട് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനി വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു 11 ഗോമതി ചക്രം എടുക്കുക. എന്നിട്ട് കുങ്കുമവും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് ഗോമതി ചക്രത്തിൽ തേച്ച് ഇതൊരു ബൗളിനകത്താക്കി ഇതിനെ മലർത്തി നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കുകയാണെങ്കിൽ സമ്പത്തിനെ ആകർഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.